നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് attracts every other body with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance. ഈ ഒരു ലോ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. അതായത് യൂണിവേഴ്സിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും മറ്റെല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നു. എവ്രി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവ്രി അതർ ബോഡി. എല്ലാ വസ്തുക്കളും മറ്റെല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നു. ആ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് it is directly proportional to the product of their masses. അത് നമ്മൾ രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ബോഡീസിന്റെ മാസസിന്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 എന്ന് പറയാം. അതുപോലെ തന്നെ എഫ് പ്രൊപ്പോർഷണൽ ടു 1/r², ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്, അത് എഫ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r², ഓർ എഫ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് g ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r². അപ്പൊ ഇതാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. എഫ് ഈക്വൽ ടു ജി m1 m2 ബൈ r². എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ദിസ് ഈസ് ഒബേഡ് ബൈ ഓൾ ദി ഒബ്ജക്ട്സ് ഇൻ ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കൾക്കും ബാധകമായിട്ടുള്ള ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സൽ ലോ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ മാത്തമാറ്റിക്കൽ ഫോം വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ തന്നെ അതിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയ തരും. എഫ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r². ആ ഇക്വേഷനിൽ എഫ് എന്നത് ഫോഴ്സ് ആണ്, m1 and m2 ആർ ദ മാസസ്, r is the distance between the masses, and g is the constant of proportionality known as universal constant of gravitation. Universal gravitational constant എന്നറിയപ്പെടുന്ന വാല്യൂ ആണ് g. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് നമുക്കറിയാം. സോ ഇൻ വെക്റ്റർ ഫോം ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വെക്റ്റർ എഫ് ഈക്വൽ ടു ജി m1 m2 ബൈ r² r cap. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വേർ ആർ ക്യാപ് ഡിനോട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് ആർ ക്യാപ്. ആർ എന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദ ടു മാസസ്. രണ്ട് മാസ് തന്നിട്ടുണ്ടെങ്കിൽ ആ മാസസിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആർ, സ്മോൾ ആർ എന്നെടുക്കുന്നത്. ഓക്കെ, ഇനി ഈ നമ്മൾ പറഞ്ഞു എല്ലാ ഒബ്ജക്റ്റും മറ്റെല്ലാ ഒബ്ജക്ട്സിനെയും അട്രാക്ട് ചെയ്യുന്നു. സോ വി ആർ കൺസിഡറിങ് ടു മാസസ് m1 ആൻഡ് m2. അത് തമ്മിലുള്ള അതിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കുക. അപ്പോ m1 എന്ന ഒബ്ജക്റ്റ് m2നെ അട്രാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ m2 എന്ന ഒബ്ജക്റ്റ് m1നെ അട്രാക്ട് ചെയ്യുന്നു. സോ വി ക്യാൻ കൺസിഡർ F12 as the force on m1 due to m2. m1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F12. ഏത് കാരണം? m2 കാരണം. അതിന്റെ ഡയറക്ഷൻ ആർ ക്യാപ് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ആർ ക്യാപ്പിന്റെ ഒരു ഡയറക്ഷൻ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഒരു ആരോ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫിഗർ നോക്കാം. ആരോ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ആർ ക്യാപ്. ഓക്കെ, അതായത് m1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് m2 കാരണം. അപ്പൊ m1നുള്ള ടെൻഡൻസി m2-അടുത്തേക്ക് നീങ്ങാനായിരിക്കും. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ m2 m1നെ അട്രാക്ട് ചെയ്യുന്നു. അതാണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അതേ ഫോഴ്സ് തന്നെ m2നും അനുഭവപ്പെടുന്നുണ്ട്. ദർ ഇസ് എ ഫോഴ്സ് ഓൺ m2 ഡ്യൂ ടു m1. ഇറ്റ് ഈസ് F21. ഓക്കെ, ഇപ്പൊ m2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? m2നെ
M1 അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയാം. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? M2 M1-നടുത്തേക്ക് നീങ്ങുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പോൾ r cap gives the direction of F12. Then what is the direction of F21? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, മൈനസ് ആർ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ M1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് M2-നടുത്തേക്ക്, അതാണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ. അതേസമയം M2-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് M1-ന്റെ അടുത്തേക്കാണ്, അത് മൈനസ് ആർ ക്യാപ്പ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിത് വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. വെക്റ്റർ F12 ഈക്വൽ ടു G M1 M2 by R square R cap. Also vector F21 equal to G M1 M2 by R square minus R cap. Equations മനസ്സിലാവും, രണ്ട് ഫോഴ്സസും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, G M1 M2 by R square. അതാണ് F12 എന്ന ഫോഴ്സിന്റെയും F21 എന്ന ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഏതിലാണ് വ്യത്യാസമുള്ളത്? ഓൺലി ദ ഡയറക്ഷൻ. ഓക്കെ, M1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും M2-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെന്ന് കാണാം. സോ വി ക്യാൻ റൈറ്റ് F12 ഈക്വൽ ടു മൈനസ് F21. മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു റിലേഷനാണ്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കുമ്പോൾ F12 ഈക്വൽ ടു മൈനസ് F21. M1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും M2-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി വാല്യൂ ഓഫ് G എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അത് എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ്. This experiment was first done by English scientist Henry Cavendish, and the value of G is found to be 6.67 into 10 raised to minus 11 Newton meter square per kilogram square. വാല്യൂ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. 6.67 into 10 raised to minus Newton meter square per kilogram square. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ പഠിച്ചപ്പോൾ. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ, എപ്പോഴും അട്രാക്റ്റീവ് സ്വഭാവം കാണിക്കുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറ്റൊന്ന്, ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്, അതായത് വളരെ ദൂരെയും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ഇപ്പം നമുക്കറിയാം സണ്ണും എർത്തും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നമുക്കറിയാം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പം അത്രയും ലോങ് റേഞ്ച് ഉള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറ്റൊരു പോയിന്റ്, the force of attraction between a hollow spherical shell of uniform density and a point mass situated outside is just as if the entire mass of the shell is concentrated at the center of the shell. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു 2 ബോഡീസ് തമ്മിലുള്ള ഫോഴ്സാണ്. ഇതിലൊരു ബോഡി ഒരു സ്ഫെറിക്കൽ ഷെല്ലാണെന്ന് വിചാരിക്കുക, മറ്റൊന്നൊരു പോയിന്റ് മാസ്, ഒരു ചെറിയൊരു ബോഡി, മാസ് ഉള്ള ഒരു ബോഡിയാണെന്ന് വിചാരിക്കാം. ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മാസ് ഇല്ല, അല്ലേ, ഉള്ളിൽ ഹോളോ ആണ്. അപ്പൊ പുറത്ത് ആ സർഫസിൽ മാത്രമാണ് മാസ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഷെല്ലും മറ്റൊരു ബോഡിയും തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 2 ബോഡീസിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അവിടെ mass of the shell is assumed to be concentrated at its center. ആ ഷെല്ലിന് നമുക്കറിയാം പുറത്തെ ഔട്ടർ പെരിഫറിയിൽ മാത്രമാണ് മാസ് ഉള്ളത്, പക്ഷേ എങ്കിലും അതിൻ്റെ മാസ് സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള അസംഷനിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഇഫ് യു ആർ കൺസിഡറിങ് ദ പോയിന്റ് മാസ് ഇൻസൈഡ്, ഈ ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിലാണ് പോയിന്റ് മാസ് വെച്ചിരിക്കുന്നത് കരുതുക. നേരത്തെ പുറത്തായിരുന്നു, പുറത്താകുമ്പോൾ ഷെല്ലിന്റെ മാസ് മുഴുവൻ അതിന്റെ സെന്ററിലാണെന്ന് അസ്യൂം ചെയ്യാം. ഈ ഹോളോ ഷെല്ലിന്റെ ഉള്ളിലാണ് പോയിന്റ് മാസ് എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ അതിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്നില്ല. ആ ഷെല്ലിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ ദർ ഇസ് നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സ്ഫെറിക്കൽ ഷെല്ലായതുകൊണ്ടാണ് ഉള്ളിൽ ദർ ഇസ് നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പൊ ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം.
Then we'll consider acceleration due to gravity of earth. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റിനും മറ്റേതൊരു ഒബ്ജക്റ്റിനെയും അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭൂമിക്ക് എർത്തിന് there is a gravitational force due to its mass, അല്ലെ, ഒരു പെർട്ടിക്കുലർ മാസ് me, അതുപോലെ റേഡിയസ് re ഉള്ള എർത്തിന് it can attract all other bodies. അങ്ങനെ ഒരു ഫോഴ്സ് എർത്ത് മറ്റ് ബോഡീസിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം there will be an acceleration. കാരണം whenever there is a force there will be an acceleration. ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നോ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആക്സിലറേഷനെയാണ് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് exerted by the earth on other bodies. എർത്ത് മറ്റു ബോഡീസിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. അപ്പൊ അത് എന്താണ് അതിന്റെ വാല്യൂ എന്ന് കണ്ടെത്തുന്നതിന് ഫസ്റ്റ് വിൽ കൺസിഡർ ദ റിലേഷൻ എഫ് ഈക്വൽ ടു എം എ. നമുക്ക് പരിചയമുള്ള റിലേഷൻ ആണ് എഫ് ഈക്വൽ ടു എം എ. ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന അട്രാക്ഷൻ, അതുകൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്ക് എക്ക് പകരം ജി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള റിലേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് ഈക്വൽ ടു എം ജി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത് ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ജി എം ഇ എം ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. അതിൽ എം ഇ മാസ് ഓഫ് എർത്ത് ആണ്, ആർ ഇ റേഡിയസ് ഓഫ് എർത്ത്, എം ഏത് ബോഡിയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ബോഡിയുടെ മാസ്. സോ ജി എം ഇ എം ബൈ ആർ ഇ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. നൗ കമ്പയർ ഇക്വേഷൻസ് 1 and 2. രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുക. രണ്ടും ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ്. സോ സെയിം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എം ജി ഈക്വൽ ടു ജി എം ഇ എം ബൈ ആർ ഇ സ്ക്വയർ. അവിടെ എം രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ വിൽ ഗെറ്റ് ജി ഈക്വൽ ടു സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. ഓക്കെ, ജി എന്നത് ഇറ്റ് ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻറ്റു മാസ് ഓഫ് ദ എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ എർത്ത് സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി എം. ഇത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി. ഏത് ബോഡി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എർത്ത് കാരണമുള്ള അതിൻ്റെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം, ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. മാസ് ഓഫ് ദ എർത്തും റേഡിയസ് ഓഫ് ദ എർത്തും ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. പിന്നെ ആർ ഇയുടെ വേരിയേഷൻ അനുസരിച്ചിട്ട് എർത്തിന്റെ ആ ഷേപ്പിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് നോക്കാം പിന്നീട്. ദെൻ മാസ് ഓഫ് ദ എർത്ത് ഈസ് given by me equal to GRE square divided by G. Small g കളുടെ ഇക്വേഷൻ നമുക്കറിയാം, GME by RE square. അതിൽ നിന്ന് what is ME? മാസ് ഓഫ് ദ എർത്ത് എന്തായിരിക്കും? GRE square divided by capital G. അതിൽ സ്മോൾ ജി നമുക്ക് എക്സ്പെരിമെന്റലി കണ്ടെത്താനാവും. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന വാല്യൂസ് ആണ്. പാരലാക്സ് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടും അല്ലാതെയും ജിയുടെ വാല്യൂ ക്യാപിറ്റൽ ആറ് ഇതൊക്കെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ എം ഇ മാസ് ഓഫ് ദ എർത്ത് ഇസ് ഈക്വൽ ടു 5.972 ഇൻറ്റു 10⁻²4 kilogram. Mass of the earth is given by 5.972 into 10⁻²4 kilogram. Approximately 6 into 10⁻²4 kilogram എന്ന് പറയാം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, എർത്തിൻ്റെ മാസ് എത്രയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.